ഹലോ എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ കുറേ ദിവസമായി നമ്മളൊരു വീഡിയോ ഇട്ടിട്ട് അപ്പോൾ ഇന്നൊരു ഗെറ്റ് റെഡി വിത്ത് മീ ആണ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. ഈ ഒരു ഓണം വെക്കേഷനിൽ നമ്മൾ തിരുവനന്തപുരത്തേക്ക് പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ട്രെയിനിലാണ് പോകുന്നത്. അപ്പോൾ ട്രെയിനിൽ പോകാൻ വേണ്ടിയിട്ടുള്ള ഒരു ഗെറ്റ് റെഡി വിത്ത് മീ ആട്ടോ ചെയ്യുന്നത്. അപ്പോൾ ആദ്യം ഞാൻ ഡ്രസ്സൊക്കെ ഒന്ന് ചേഞ്ച് ചെയ്ത് വന്നിട്ടുണ്ട്. മോൻ ബാക്കിലിരുന്ന് ഡ്രസ്സ് ചേഞ്ച് ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതൊക്കെ ഒന്ന് ഇഗ്നോർ ചെയ്തേക്കുക. ഇനി ഞാൻ എൻ്റെ മേക്കപ്പ് പൗച്ച് എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതാണ് എൻ്റെ ഫുൾ ഔട്ട്ഫിറ്റ്. ഇതിന് ഷോളും കൂടി വരുന്നുണ്ട്. പക്ഷേ എനിക്ക് ഷോൾ ഇടാൻ അത്ര തോന്നിയില്ല കേട്ടോ. ഈ ട്രെയിനിലൊക്കെ ആയതുകൊണ്ട് എന്താ പറയുക, ഷോളൊക്കെ കുറച്ച് ബാധ്യതയായിട്ട് തോന്നി. അപ്പോൾ അങ്ങനെ ഷോൾ ഇട്ടില്ല. പിന്നെ ഈ സൺസ്ക്രീൻ ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഞാൻ ഒരു ലവ് സിമ്പിളൊക്കെ വരയ്ക്കാൻ നോക്കിയതാണ്, പക്ഷേ അതിങ്ങനെയൊക്കെ ആയിപ്പോയി ഗൈസ്. എന്നാലും കുഴപ്പമില്ല അല്ലേ. അപ്പോൾ സൺസ്ക്രീൻ ഈസ് മസ്റ്റ്. നമ്മൾ രാവിലെ ഒരു 8 മണിക്കാണ് ട്രെയിൻ കയറാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ എന്തായാലും വേണമല്ലോ സൺസ്ക്രീൻ. അപ്പോൾ അത് അപ്ലൈ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇത് ഡോട്ട് എൻ കീയുടെ സൺസ്ക്രീൻ ആട്ടോ. ഈ സൺസ്ക്രീനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഞാൻ കാശ് കൊടുത്ത് വാങ്ങിയതാണ് കേട്ടോ. ഞാൻ കാണിക്കുന്ന ഒട്ടുമിക്ക പ്രൊഡക്റ്റും എനിക്ക് PR കിട്ടുന്നതാണ്. പക്ഷേ ഇത് എൻ്റെ സൺസ്ക്രീനൊക്കെ കഴിഞ്ഞ് എനിക്ക് PR ഒന്നും വരാതിരുന്നപ്പോൾ ഞാൻ കാശ് കൊടുത്ത് വാങ്ങിയ സൺസ്ക്രീനാണെന്ന് ഓർക്കണം നിങ്ങൾ. അപ്പോൾ ഇത് ബൈ 1 get 1 ആയിരുന്നു കേട്ടോ. ആ സൺസ്ക്രീൻ ഉണ്ടായിരുന്നു. ഒരു സൺസ്ക്രീൻ സ്റ്റിക്കും വാങ്ങി, ഒരു സൺസ്ക്രീൻ ഇതുപോലത്തെ ഒരു സൺസ്ക്രീനും വാങ്ങിയിട്ടുണ്ടായിരുന്നു. ഇനി ഞാൻ മുടിയൊക്കെ ഒന്ന് ജടയൊക്കെ കളഞ്ഞ് മുടി ഒന്ന് കെട്ടി കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതുപോലെ 2 കുറുനിര എനിക്ക് നിർബന്ധമാണ്. ഞാൻ നന്നായിട്ട് അത് വലിച്ചിട്ട് കൊടുക്കാറുണ്ട്. പക്ഷേ അങ്ങനെ വലിച്ചിട്ട് കൊടുക്കുമ്പോൾ മുടി അത്രയ്ക്ക് എന്താ പറയുക, പെർഫെക്റ്റ് ആവാറില്ല. പക്ഷേ എനിക്ക് ആ ഒരു പെർഫെക്റ്റ് ആവാത്ത ആ ഒരു തരത്തിലുള്ള പോണി ടെയിലാണ് എനിക്കിഷ്ടം. എനിക്കിങ്ങനെ സ്ലീക്കായിട്ട് കിടക്കുന്നത് എനിക്ക് അത്ര ഇഷ്ടമല്ല. ഓക്കെ, അത് കഴിഞ്ഞിട്ട് ഞാൻ ആ സൺസ്ക്രീനിൻ്റെ മുകളിൽ കുറച്ച് കോമ്പാക്ട് പൗഡർ ഇട്ട് കൊടുക്കുന്നുണ്ട്. കാരണം ചിലപ്പോൾ അവിടെ എത്തുമ്പോഴേക്കും നന്നായിട്ട് ഓയിലി ആയി മാറും. സംഭവം ഞാൻ ഡ്രൈ സ്കിൻ ആണെങ്കിൽ കൂടി എന്താ പറയുക, ഒരു ഓയിൽനെസ് എനിക്ക് കുറച്ച് ട്രാവൽ ചെയ്ത് കഴിഞ്ഞാൽ ഉണ്ടാവാറുണ്ട്. അപ്പോൾ അതൊന്ന് തടയാൻ വേണ്ടിയിട്ട് കുറച്ച് കോമ്പാക്ട് പൗഡർ നമ്മൾ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ട്രാവലിംഗ് ആണ്, അതുകൊണ്ട് തന്നെ ഞാൻ അധികമൊന്നും എന്താ പറയുക, മേക്കപ്പ് ആണെങ്കിലും പുട്ടിയാണെങ്കിലും വലിച്ചു കയറ്റി ഇതാക്കുന്നില്ല കേട്ടോ. ഇത്രയൊക്കെ ചെയ്യുന്നുള്ളൂ. ഇനി ലിപ്സ്റ്റിക്കും കൂടി ഇട്ടിട്ടുണ്ടെങ്കിൽ ഏകദേശം എൻ്റെ ഒരു ഇത് കഴിയും. അത്രേ ഉള്ളൂ. ഓക്കെ, ഐബ്രോസ് ഫിൽ ചെയ്യണം. അത് മസ്റ്റ് ആണല്ലോ. ഞാൻ എല്ലാ വീഡിയോസിനും പറയുന്ന പോലെ തന്നെ ഐബ്രോസ് ഫിൽ ചെയ്യണം കേട്ടോ. ഇതെൻ്റെ പുതിയ ഐബ്രോ പാലറ്റാണ്. ഇത് ഞാൻ കാശ് കൊടുത്ത് വാങ്ങിയിട്ടുള്ള സംഭവമാണ് കേട്ടോ. എനിക്കങ്ങനെ മേക്കപ്പ് പ്രൊഡക്ട്സ് ഒന്നും PR കിട്ടാറില്ല. അധികം ഈ സ്കിൻ കെയർ ഐറ്റംസാണ് കിട്ടാറുള്ളത്. അപ്പോൾ നമ്മൾ ഇൻസ്റ്റഗ്രാമിൽ പോയിട്ടുണ്ടെങ്കിൽ ഞാൻ ഒരു ചാനൽ തുടങ്ങിയിട്ടുണ്ട്, ബ്രോഡ്കാസ്റ്റ് ചാനൽ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ PR ഒക്കെ കിട്ടുന്ന എൻ്റെ സ്കിൻ കെയർ ഐറ്റംസൊക്കെ നമ്മൾ ഡിസ്കൗണ്ട് റേറ്റിലൊക്കെ കൊടുക്കണം എന്ന് വിചാരിക്കുന്നുണ്ട്. അപ്പോൾ അതൊക്കെ ആ ചാനലിൽ ഞാൻ അപ്ഡേറ്റ് ചെയ്യും കേട്ടോ. അപ്പോൾ നിങ്ങൾ എൻ്റെ ഇൻസ്റ്റഗ്രാം ഫോളോ ചെയ്തിട്ടില്ലെങ്കിൽ ജസ്റ്റ് ഒന്ന് ഫോളോ ചെയ്തേക്കാം. ഇത് ഫേസ്ബുക്കിലോ അല്ലെങ്കിൽ യൂട്യൂബിലൊക്കെ ആയിരിക്കും നിങ്ങളിത് കാണുന്നുണ്ടാവുക. ഓക്കെ, അപ്പോൾ എനിക്ക് തോന്നി ഒന്ന് ഐലൈനർ ഇട്ട് കൊടുക്കാൻ തോന്നി കേട്ടോ. അപ്പോൾ ഞാൻ ജസ്റ്റ് ആ ഒരു ഔട്ടർ കോർണറിൽ മാത്രം കുറച്ച് ഐലൈനർ ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഞാനൊന്ന് ലിപ്പ് ലൈൻ ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇത് സ്വിസ് ബ്യൂട്ടിയുടെ ലിപ്പ് ലൈനർ ആണ് എന്നാണ് എൻ്റെ ഒരു ഓർമ്മ. അതോ ഇൻസൈറ്റ് ആണോ? അല്ല, സ്വിസ് ബ്യൂട്ടി ആണ് കേട്ടോ. സ്വിസ് ബ്യൂട്ടിയുടെ ലിപ്പ് ലൈനർ വെച്ചിട്ട് ഒരു ഡാർക്ക് ബ്രൗൺ കളർ ലിപ്പ് ലൈനറാണ് ഞാൻ യൂസ് ചെയ്തിട്ടുള്ളത്. അത് വെച്ചിട്ട് ഒന്ന് ലിപ്പ് ലൈൻ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. എന്താ പറയുക, ഈ ലിപ്പ് ലൈൻ ചെയ്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ എൻ്റെ ചുണ്ട് ഭയങ്കര ചെറിയ ചുണ്ടാണ്. അപ്പോൾ എനിക്ക് ലിപ്പ് ലൈൻ ചെയ്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ ഒന്നും കൂടി അടിപൊളിയായിട്ട് തോന്നാറുണ്ട്. പക്ഷേ ഞാനതിപ്പോഴും ചെയ്യാറില്ല കേട്ടോ. എന്നിട്ട് ഞാൻ ലിപ്സ്റ്റിക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇത് സുഡിയോൻ്റെ ലിപ്സ്റ്റിക്കാണ്. ഒരു പിങ്ക് കളർ, നല്ല ഭംഗിയുള്ളൊരു ഷെയ്ഡ് ലിപ്സ്റ്റിക്കാണ്. കാരണം ഞാൻ ഈ ഒരു ഷെയ്ഡ് ഇടാൻ കാരണം എൻ്റെ ചുരിദാർ ആ ഒരു കളറാണല്ലോ. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ആ ഒരു കളർ ലിപ്സ്റ്റിക്ക് ഇട്ടോ. ഞാൻ ഈ കളർ അധികം യൂസ് ചെയ്യാറില്ല ലിപ്സ്റ്റിക്കായിട്ട്. പക്ഷേ എനിക്കന്ന് അങ്ങനെ ഇടണം തോന്നി. ഓക്കെ, അത് കഴിഞ്ഞിട്ട് ഇതാ ഞാൻ ഒരു സൺസ്ക്രീനും ഈ ഒരു ലിപ്സ്റ്റിക്കും കൂടി മിക്സ് ചെയ്തിട്ട് നമ്മൾ ആസ് യൂഷ്വൽ ചെയ്യുന്ന പോലെ തന്നെ ബ്ലഷ് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. എൻ്റെ എല്ലാ മേക്കപ്പ് വീഡിയോസിലും നിങ്ങൾ ഈ ഒരു പ്രൊഡക്ട്സ് ഒക്കെ തന്നെയായിരിക്കും കാണുന്നുണ്ടാവുക. പക്ഷേ ഞാൻ ചെയ്യുന്ന രീതിയും ചെയ്യുന്ന കാര്യങ്ങളും ഒക്കെ കുറച്ച് ഡിഫറൻസ് ഉണ്ടാവും. അതുകൊണ്ടാണ് നമ്മൾ ഗെറ്റ് റെഡി വിത്ത് മീ ഇടുന്നത്. ഇത് നിങ്ങൾക്ക് കാണാൻ താല്പര്യമില്ലെങ്കിൽ നിങ്ങൾക്ക് സ്കിപ്പ് ചെയ്ത് പോവാം. എന്നും ഞാൻ ഒരേ ഗെറ്റ് റെഡി വിത്ത് മീ ആണല്ലോ ചെയ്യുന്നതെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടാവും. ഇനി ഈ ടൈറ്റൻ്റെ വാച്ച് കിട്ടുന്നുണ്ട്. ഇത് അനിയത്തിൻ്റെ വാച്ച് കേട്ടോ. ഞാൻ അടിച്ച് മാറ്റിയതാണ്. അപ്പോൾ അതും കൂടി ഒന്ന് കെട്ടി കൊടുത്തിട്ട് നമുക്ക് ഈ ഒരു പ്രഹസനം അങ്ങോട്ട് അവസാനിപ്പിക്കാം. അപ്പോൾ ഇതാണ് ഫൈനൽ ലുക്ക്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഫോളോ ചെയ്യുക. ബൈ.